കൊല്ലം ജില്ലാ ആശുപത്രിയിൽ യുവാക്കളുടെ അതിക്രമം. വാഹനാപകടത്തിൽപ്പെട്ട യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം. അപകടത്തിൽ 2 പേർ മരിച്ചിരുന്നു. ഇവരുടെ സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ അതിക്രമം നടത്തിയത്. ആശുപത്രിയുടെ ചില്ല് യുവാക്കൾ അടിച്ചു തകർത്തു. ആശുപത്രിയിലെ വനിതാ ജീവനക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട്. രാജ്കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. രാജ്കുമാർ, എന്താണ് ഈ യുവാക്കളെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ചത്? ഇന്ന് വൈകിട്ട് 7:30 ഈ ബംഗാൾ സ്വദേശികളായ ഗോവിന്ദദാസും മകൻ ജതൻദാസും ശക്തികുളങ്ങര മുക്കാട് ഭാഗത്ത് ബൈപ്പാസിൽ നടന്നു വരുമ്പോൾ അനൂപ് ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഇവരിലേക്ക് പാഞ്ഞു കയറി. ആ ഇടിയുടെ ആഘാതത്തിൽ ഗോവിന്ദദാസിനും മകൻ ജതൻദാസിനും ഗുരുതരമായി പരിക്കേറ്റു. ഈ അനൂപിന്റെ വാഹനം ഇവരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം പോയി ഇടിച്ചത് ഒരു പോസ്റ്റിലാണ്. അനൂപിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ പരിക്കേറ്റവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അനൂപിന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്നാണ് എത്തിച്ചത്. ഇത് വല്ലാത്ത രക്തസ്രാവം ഉണ്ടായിരുന്നു. രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാഷ്വാലിറ്റിയിലെ പ്രൊസീജിയർ റൂമിനകത്തേക്ക് ഇവരെ കയറ്റി കതകടച്ചു. ആ സമയത്ത് സ്ത്രീകൾ അതിനകത്ത് ഡ്രസ്സിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് കതകടച്ചു. ഈ സമയം പുറത്തുണ്ടായിരുന്ന അക്ഷമരായ അനൂപിന്റെ സുഹൃത്തുക്കൾ ഈ കതക് അടയ്ക്കരുത് എന്ന് പറഞ്ഞ് കതകില് ബലമായി അടിക്കുകയും ഒരു ഗ്ലാസ് അടിച്ച് തകർക്കുകയാണ് ചെയ്തത്. ഈ അടിയുടെ ആഘാതത്തിൽ ചില്ല് തെറിച്ചിട്ടാണ് ആശുപത്രിയിലുള്ള സെക്യൂരിറ്റി സ്റ്റാഫിന്റെ മുഖത്ത് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഇത് പതിക്കുകയും അവർക്ക് മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഇവിടെ നിന്ന് ഈ അനൂപ് കൊണ്ടുവന്നപ്പോൾ തന്നെ അനൂപ് മരിച്ചിരുന്നു എന്നാണ് ജില്ലാ ആശുപത്രി RMO പറയുന്നത്. ECGയിൽ തന്നെ ഇത് യാതൊരു ഇതുമില്ലായിരുന്നു. അമിതമായ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തലയിൽ നിന്ന് അമിതമായ രക്തസ്രാവവും അതേപോലെ തന്നെ ഈ ഹൃദയസ്തംഭനവും ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് അവർ പറയുന്നത്. ECGയിൽ ഇതിന് ഒരു പൾസും കണ്ടെത്താനായില്ല. ഇത് പക്ഷെ പറയുന്നതോ കേൾക്കാൻ പോലും ഇവർ ക്ഷമ കാണിച്ചില്ല. ഇവരവിടുന്ന് ബെൻസിഗർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും പറയുന്നു. അവിടെയും ഇവര് പ്രകോപനമായി പെരുമാറിയതായി ആശുപത്രി വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. പക്ഷെ നമുക്ക് ഏറ്റവും വിഷമകരമായ കാര്യം അനൂപിന്റെ ജീവനും നഷ്ടപ്പെട്ടു. അനൂപിന്റെ ബൈക്ക് ഇടിച്ചിട്ടുള്ള ബംഗാൾ സ്വദേശിയായ ആ മനുഷ്യൻ മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ ജീവനും നഷ്ടപ്പെട്ടു. അച്ഛനും മകനും ഭക്ഷണം കഴിച്ചിട്ട് പോയി തിരിച്ച് മുറിയിലേക്ക് പോകാൻ മടങ്ങി വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ശരി, കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് യുവാക്കൾ ഇത്തരത്തിൽ അതിക്രമം നടത്തിയിരിക്കുന്നത്. ആശുപത്രിയുടെ ചില്ലടിച്ചു തകർക്കുകയും വനിതാ ജീവനക്കാരിക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.